നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ പെണ്ണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട് മോളെ. ഒരാളെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ അങ്ങ് അന്ധമായിട്ട് വിശ്വസിക്കും. അവരാണ് നമ്മുടെ ലോകമെന്ന് നമ്മളങ്ങ് കരുതും. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മളിരുന്ന് കരയുകയും ചെയ്യും. അതല്ലേ ഞാൻ വന്നപ്പോൾ നീ നിന്ന് കരഞ്ഞോണ്ടിരുന്നത്? എനിക്ക് നിങ്ങളെയൊക്കെ വലിയ ഇഷ്ടാ. അതല്ലേ ഞാൻ മുന്നിൽ നിന്ന് അർച്ചന ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവിടെ ഇപ്പോ എന്റെ ഇഷ്ടം പോലും സന്ദീപിന് നിന്നോടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലേ അനഘയായിട്ട് വിവാഹം ഉറപ്പിച്ച ശേഷവും അവൻ മൗനം പാലിക്കുന്നത്. അനഘയാണ് സന്ദീപിന് വേണ്ടി ആലോചിച്ച പെൺകുട്ടിയെന്ന് അച്ഛൻ പറഞ്ഞ ഉടനെ അവൻ ഉറക്കെ പറയണമായിരുന്നു നിന്നെയാണ് അവനിഷ്ടംന്ന്. അവനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം ഈ ഏടത്തി നടത്തി തരുമായിരുന്നു. പക്ഷേ അവനത് ചെയ്തില്ല. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, അവസാനം കണ്ണീര് കുടിക്കുന്നത് നമ്മൾ പെണ്ണുങ്ങളുടെ യോഗാന്ന്. അതും സ്നേഹിച്ചു പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. നിന്നെ എന്തു പറഞ്ഞാൽ ഞാനിപ്പോൾ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞുതരാം. നന്ദേട്ടൻ എനിക്ക് നഷ്ടമായപ്പോൾ നിന്റെ ഈ അവസ്ഥയായിരുന്നു എനിക്കും. ജീവിക്കണോ മരിക്കണോ എന്നറിയാത്ത അവസ്ഥ. അതിൽ നിന്നൊക്കെ റിക്കവേർഡ് ആവാൻ ഒരുപാട് സമയമെടുത്തു. പലപ്പോഴും ജീവിതം അങ്ങനെയാണ് മോളെ. ആഗ്രഹിക്കുന്നത് കയ്യെത്തും ദൂരെ കൊണ്ടുവന്നിട്ട് തട്ടിപ്പറിച്ച് പോയി കളയും. എന്റെ മോള് ഈ ബന്ധം മറന്നേക്ക്. മോൾക്കിത് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. എനിക്ക് എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയില്ലാട്ടത്തി. എനിക്ക് ജീവിക്കാൻ പോലും തോന്നുന്നില്ല. സന്ദീപിനെ മറക്കാൻ എനിക്കാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് തന്നെയാ ഞാൻ. ഒരു വ്യത്യാസമുണ്ട്. നീ ഇങ്ങനെ കരയുമ്പോ അർച്ചനയാണെങ്കിൽ നിന്നെ സമാധാനിപ്പിക്കും. പക്ഷേ ഈ അവന്തിക ചേച്ചി കൊന്നുകളയും. സത്യം ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നതിനോട് അനുസരണക്കേട് കാണിച്ച കൊന്നുകളയും ഞാൻ. നീ പേടിക്കണ്ട. ഞാൻ കൊല്ലും എന്ന് പറഞ്ഞത് നിന്നെയല്ല, നിന്റെ ചേച്ചിയെ. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? സന്ദീപിനെ നിനക്ക് മറക്കാൻ പറ്റില്ലെന്നോ? അപ്പോ നിനക്ക് വേണ്ടി എന്റെ അനിയത്തി മറക്കണോ അവനെ? കുഞ്ഞിലെ മുതല് അവൾ എന്താഗ്രഹം പറഞ്ഞാലും ഞാനത് നേടിക്കൊടുക്കും. അതിനീ 2 വയസ്സിൽ അവള് ചോദിച്ചാൽ ജീവനില്ലാത്ത പാവയായാലും ശരി, ഈ പ്രായത്തിൽ അവള് ചോദിച്ചാൽ ജീവനുള്ള സന്ദീപായാലും ശരി. ഒരു കാര്യത്തിന് അവളുടെ കണ്ണ് നിറയുന്നത് എനിക്കിഷ്ടമല്ല. നിനക്ക് പിന്നെ എന്നെപ്പോലെ വാശിക്കാരിയ ഒരു ചേച്ചി ഇല്ലല്ലോ. ഇപ്പൊ അതില് കണ്ടില്ലേ എന്റെ ഇരുമുഖം? അതില് രണ്ടാമത്തേത് ഭയങ്കര പ്രശ്നാ. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് പറയാ, സന്ദീപിനെ നീ മറക്കണം. അല്ലാത്ത പക്ഷം നീ കൊടുക്കേണ്ടി വരുന്നത് നിനക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവനാകും. ഇപ്പൊ തന്നെ അർച്ചന ഇവിടെയാ ഉള്ളത്. ടെറസിൽ നിന്ന് വീണോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചോ അവള് ചത്തുപോയാ ആർക്കെങ്കിലും എന്നെ കുറ്റം പറയാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്, സന്ദീപിനെ നീ മറന്നു കളഞ്ഞേക്കാൻ. വെറുതെ എന്തിനാ നിന്റെ പ്രേമത്തിന് അർച്ചനെ നീ രക്തസാക്ഷിയാക്കുന്നത്? അതുകൊണ്ട് എന്റെ മോള് നന്നായി ആലോചിച്ചിട്ട് തീരുമാനം എടുക്ക.
ഇനിയും നീ സന്ദീപിന്റെ പുറകെ തൂങ്ങാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് നിന്റെ കൈകൊണ്ട് ഒരു ഉരുളച്ചോറ് അവക്ക് വേണ്ടി മാറ്റിവെച്ച ശേഷമാവണം. അവൾക്ക് എന്നാൽ നിന്റെ ചേച്ചി അർച്ചനയ്ക്ക് ഒരു ഉരുള ബലിച്ചോറ്. ഇനി ഈ കാര്യം നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ടി വന്നാ ചത്ത് പടമായി ഭിത്തിയിലിരിക്കും അർച്ചന. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇനിയും ചേച്ചി പറയേ, ഞാൻ സന്ദീപിനെ കാത്തിരിക്കണോ? ചേച്ചി പറഞ്ഞാലും ഞാനിനി അതിന് ഒരുക്കമല്ല. ഇതൊരിക്കലും ചേച്ചിയോട് പറയണമെന്ന് കരുതിയതല്ല. പക്ഷെ എനിക്ക് എൻ്റെ ചേച്ചിയുടെ മുഖത്ത് നോക്കി കള്ളം പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കുടുംബം. അത് കഴിഞ്ഞേ എനിക്ക് മറ്റാരുള്ളൂ. ഞാൻ കാരണം ചേച്ചിയുടെ ജീവിതം കൂടി തകരുന്നത് എനിക്ക് കാണാൻ വയ്യ. അവധിയെടുത്ത് ഭീഷണിപ്പെടുത്തിയാലുടനെ നീ ഇങ്ങനൊരു തീരുമാനം എടുക്കണ്ടായിരുന്നു. അത് വെറും ഒരു ഭീഷണിയായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നല്ല ചേച്ചി. ഇതുവരെ കാണാത്ത അവരുടെ മുഖം കണ്ടാൻ അറിയാം അവരത് ചെയ്യും. പ്രത്യേകിച്ച് അനക്കയുടെ കാര്യം കൂടി ആയതുകൊണ്ട് അവരത് ഉറപ്പായിട്ട് ചെയ്യും. നമ്മളൊക്കെ പാവങ്ങളല്ല ചേച്ചി. ഏത് രീതിയിലായാലും നമ്മൾ താഴെയാ. അവരോടൊക്കെ മത്സരിക്കാൻ നമ്മളെ കൊണ്ടാവുമോ? ഞാനൊന്ന് പിന്തിരിഞ്ഞ എല്ലാ പ്രശ്നങ്ങളും തീരും. എൻ്റെ ഒരു പ്രേമത്തിന് വേണ്ടി എത്ര പേരെ എനിക്ക് ചുറ്റും വേദനിക്കുന്നതെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. പ്രേമിക്കുമ്പോൾ എല്ലാവരെയും പോലെ ഞാനും ഒരു സ്വപ്നലോകത്തായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പെടാൻ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത്. മോളെ, നീ കരുതുന്ന പോലെയൊന്നും സംഭവിക്കില്ല. എനിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവുമെന്ന് കരുതിയാണ് നീ ഇങ്ങനൊരു തീരുമാനം എടുത്തതെങ്കിൽ അത് മാറ്റാനേ ഞാൻ പറയൂ. അവധിയെടുത്തേക്കറിയാം എന്ത് പറഞ്ഞാൽ ഞാൻ ഇതിന് പിന്മാറുവെന്ന്. ആ മർമ്മത്തിൽ തന്നെ അവരടിച്ചു. അതിലവർ വിജയിക്കുകയും ചെയ്തു. ഇതിന് ജയപരാജയങ്ങളുടെ കണക്കില്ല ചേച്ചി. രക്തബന്ധങ്ങളുടെ സ്നേഹമുള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.